നമസ്കാരം. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആചാര്യസഭയ്ക്കും സ്വാഗതം. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിന്റെ 3-ാം ഘട്ടത്തിലെ പുത്തൻ ദൃശ്യവിസ്മയം ഇവിടെ ആരംഭിക്കുന്നു. 3-ാം ഘട്ടത്തിൽ ഓരോ ടീമിനും 2 റൗണ്ടുകളാണുള്ളത്. ഇന്നാദ്യം വജ്രവ്യൂഹമാണ്. ഇന്നത്തെ വജ്രവ്യൂഹത്തിൽ ആരാണ് ഐശ്വര്യമായിട്ട് വേദിയിലേക്ക് വരുന്നത് നമുക്ക് ചോദിച്ചു നോക്കാം. ഹെബാർജി. ഭാവൻസ് വിദ്യാമന്ദിർ മഞ്ഞപ്ര പാലക്കാടിൽ നിന്നും ദേവനന്ദയും ആര്യയും. നമുക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ദേവനന്ദ ആൻഡ് ആര്യ. അപ്പൊ ദേവനന്ദ, ആര്യ, ഈ സബ്ജക്റ്റുകളൊക്കെ പഠിച്ചോ നമുക്ക് തന്നെ? എല്ലാം രണ്ടുപേരും പഠിച്ചു. എല്ലാരും പഠിച്ചോ അതോ രണ്ടെണ്ണം ഒരാളായിട്ട് ഒരുമിച്ചിരുന്നാണോ പഠിച്ചത്? ആണ്. എന്തായാലും സിവിൽ സർവീസ് ഒക്കെ എഴുതാൻ പോകുന്ന ചിലരൊക്കെ ഇവിടെ ഉണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് അവർക്കൊക്കെ ഇച്ചിരി കൂടെ എളുപ്പമായിരിക്കും അല്ലേ? ആരാ അത്? ഈ ചിരിക്കുന്ന ആളാണോ? ഈ സിവിൽ സർവീസ് എഴുതുന്നതിന്റെ ഭാഗമായിട്ടാണോ അതോ ജനറൽ നോളേജും ബുദ്ധിവികാസത്തിനൊക്കെ വേണ്ടിയിട്ടാണോ എന്നറിയില്ല, അറിയപ്പെടുന്ന എല്ലാ ഭാഷയിലും എല്ലാ പുസ്തകവും വായിക്കണം എന്നാണ് അടുത്ത ആഗ്രഹം. എങ്ങനെയുണ്ട്? ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ആഗ്രഹങ്ങളാണ് ഇവിടെ വരുന്ന കുട്ടികൾക്ക്. കേട്ടോ, നമ്മളൊന്നും ചിന്തിക്കാത്ത തരം ആഗ്രഹങ്ങളായിരിക്കും അല്ലേ? ഏതൊക്കെ ലാംഗ്വേജസ് അറിയപ്പോ? അല്ല, ഇപ്പൊ തൽക്കാലം മലയാളം ഇംഗ്ലീഷ് മാത്രമാണ് അറിയാം. കന്നഡ ചെറുതായിട്ട്, കറക്റ്റ് ആയിട്ടല്ല, ഒരു മലയാളം മിക്സ്ഡ് രീതിയിൽ സംസാരിക്കും. കാര്യമായിട്ടില്ല, ചെറുതായിട്ട് ചെറുതായിട്ട്. പിന്നെ സംസ്കൃതം സ്കൂളിൽ പഠിക്കുന്നുണ്ട്, ഹിന്ദി പഠിക്കുന്നുണ്ട്. അല്ല, സംസാരിക്കാൻ അറിയില്ല. കന്നഡയിൽ ഒരു 2 ലൈൻ. അയ്യോ, എനിക്ക് അങ്ങനെ കാര്യമായിട്ട് പറയാൻ അറിയില്ല. ഒരു മിക്സ്ഡ് ആണ്. ചെറുതായിട്ടാണ്, മലയാളം മിക്സ്ഡ് ആണ്. കാര്യം മനസ്സിലായോ ഇപ്പൊ? കുറച്ച് പറയാ, അറിയണ മാതിരി പറഞ്ഞാൽ മതി, മനസ്സിലാവും. കൊള്ളാലോ, ഈ കളി എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഇവിടെ ടീച്ചർ ആവാനുള്ള ഒരാളും കൂടെ ഇവിടെ നിൽപ്പുണ്ട്. എനിക്ക് പൊതുവെ ടീച്ചേഴ്സിന് ഇച്ചിരി പേടിയാണ്. അപ്പൊ ടീച്ചർ ആവുന്നതിന് മുമ്പ് നമുക്ക് ഇങ്ങനെയൊക്കെ പിടിക്കാമല്ലോ. ടീച്ചർ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഡിസ്റ്റൻസ് ഒക്കെ ഇടും. എന്താണ് ടീച്ചർ ആവാനുള്ള ആഗ്രഹം തോന്നാൻ കാരണം? ഏതെങ്കിലും ടീച്ചറിനെ കണ്ടിട്ടാണോ? അതെ, എന്റെ മുത്തശ്ശൻ ടീച്ചറാണ്. ആണോ? ശിവ, അത് പറഞ്ഞപ്പോൾ എൻ്റെ അപ്പൂപ്പൻ ഡോക്ടറായിരുന്നു. എൻ്റെ വീട്ടുകാർ വിചാരിച്ചു ഞാൻ ഡോക്ടറാവുന്നു. BDS, പല്ല് ഡോക്ടർ. എല്ലാവരും ഭയങ്കര കാര്യമായിട്ട് ആ കുടുംബത്തിൽ നിന്ന് ഏതെങ്കിലും ഒരാളെങ്കിലും പല്ലു ഡോക്ടർ ആവണമെന്ന് വിചാരിച്ചു. പിന്നെ 10ാം ക്ലാസ്സിലൊക്കെ നല്ല കിടില മാർക്ക് വാങ്ങിച്ചുകൊണ്ട് അവർ തന്നെ ആ ആഗ്രഹം വേണ്ടാന്ന് വെച്ചു. പിന്നെ ഞാൻ എൻ്റെ വഴിക്കും കൂടെ പോരും ചെയ്തു. എന്തായാലും ഈ ആഗ്രഹം നടക്കട്ടെ. സ്വന്തമായിട്ട് തീരുമാനിച്ച ആഗ്രഹമല്ലേ? അതെ. അപ്പൊ പിന്നെ നടക്കും, ഉറപ്പായിട്ട് നടക്കും. രണ്ടുപേരുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ. എന്നാ പിന്നെ നമുക്ക് പകിടിട്ട് നോക്കിയാലോ? ഓക്കെ, വരും. പകിടിടാം. ആരാ? ആര്യാണ് എടുത്തത്. തീരുമാനിച്ചു, എടുത്തോളൂ. പകിട 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 12. പകിട 12 വന്നില്ല നമുക്ക്, പക്ഷെ 9 കിട്ടിയിട്ടുണ്ട് അല്ലേ? പിന്നെ 9 എന്ന നമ്പറിന് പിന്നില് എന്താണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നോക്കിക്കോ. ഭീഷ്മശപഥം. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? അപ്പൊ നമുക്ക് ചോദ്യം ചോദിക്കാനുള്ള ആളെ നമുക്ക് വിളിക്കാം. വിധുബാല ചേച്ചി. ശ്രേഷ്ഠ ഭാരത ശ്രേഷ്ഠ ഭാരത. അങ്ങനെ 2 മിടുക്കികൾ ഇവിടെ ഏൽപ്പിച്ചു തരാണ് കേട്ടോ. ആര്യ, ദേവനന്ദ. അതെ, ശരി. ഓൾ ദി ബെസ്റ്റ് കേട്ടോ. ദേവനന്ദ, ആര്യ, വെൽ പ്രിപ്പയർഡ്. അതെ, എല്ലാം കറക്റ്റ് ആയിട്ട് തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം: ഗംഗയെ പുത്രവധുവായി സ്വീകരിക്കാമെന്ന് സമ്മതം നൽകിയ കുരുവംശ രാജാവ്? എ. ദിലീപൻ, ബി. യയാതി, സി. പുരു, ഡി. പ്രദീപൻ. യുവർ ടൈമർ സ്റ്റാർട്ട്സ് നൗ. ഡി. പ്രദീപൻ. ഡി. പ്രദീപൻ. ഉറപ്പാണ്? സംശയമില്ല? ലോക്ക് ചെയ്യട്ടെ? ഡി. പ്രദീപൻ ലോക്ക് ചെയ്യൂ. ഓക്കെ, ഏതായാലും ഈ ഉത്തരം ശരിയോ തെറ്റോ നോക്കാം. ഡി. പ്രദീപൻ. ശരിയായ ഉത്തരം. ആദ്യത്തെ ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുന്നു. 10 മാർക്ക് കിട്ടിയിരിക്കുന്നു. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യം:
കുരുവംശത്തിലെ ശന്തനു മഹാരാജാവ് ആരുടെ പുനർജന്മമാണ്? എ ശതഭിഷക്, ബി വസുശേരൻ, സി മഹാഭിഷൻ, ഡി അഷ്ടവസുക്കൾ. യുവർ ടൈമർ സ്റ്റാർട്ട്സ് നൗ. സി മഹാഭിഷേകൻ. മഹാഭിഷൻ ഉറപ്പാണ്? ഉറപ്പാണ്. സംശയമില്ല? ഇല്ല. ലോക്ക് ചെയ്യട്ടെ? ആ. സി മഹാഭിഷൻ ലോക്ക് ചെയ്യൂ. അപ്പൊ ഇത് ആരാണ്? വസുശേരൻ ആരാണ്? അങ്ങനെ ഒരാള് പഠിക്കാണ്ടായിരുന്നില്ല തോന്നുന്നു. ഇല്ല, അങ്ങനെ ഒരാളെ പറ്റി അറിയില്ല. ഇല്ല. ശതഭിഷക് അതുമില്ല. ഇല്ല. വസുക്കൾ? അഷ്ടവസുക്കളുണ്ട്. അഷ്ടവസുക്കളുണ്ട്. ആരാണ്? അഷ്ടവസുക്കൾ എന്ന് പറയുമ്പോൾ 8 വസുക്കളുണ്ട്. അവർക്ക് ശാപം ലഭിച്ച് അവർ ഗംഗയുടെ മക്കളായി ജനിക്കുന്നുണ്ട്. അതാണ് അഷ്ടവസുക്കൾ. ആരൊക്കെ 8 പേര് അറിയോ? പേരറിയില്ല. അല്ല, ഒരാളുടെ പേരെങ്കിലും. ദ്യോവ്. യോവ്. അദ്ദേഹം ആരാണ്? ഭീഷ്മരായിട്ട് പുനർജനിക്കും. ഓക്കെ, ഏതായാലും നമുക്ക് ഈ ഉത്തരം ശരിയാണോ തെറ്റാണോ നോക്കാം. സി മഹാഭിഷൻ. ശരിയോ തെറ്റോ? ശതഭിഷക്കും മഹാഭിഷനും തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാവാൻ യാതൊരു സംശയവുമില്ല. ഇല്ല. ഏതായാലും സി മഹാഭിഷൻ ശരിയായ ഉത്തരം. രണ്ടാമത്തെ ചോദ്യത്തിനും കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുന്നു. 20 മാർക്ക്. കാരണം ഇത് കൺഫ്യൂഷൻ ആവാനുള്ള സാധ്യതയുള്ളൊരു പേരുകളാണ്, അതുകൊണ്ടാണ്. ഏതായാലും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ എത്ര ലാംഗ്വേജ് പഠിക്കണം എന്നാണ് ആഗ്രഹം? അങ്ങനെയൊന്നുമില്ല, പറ്റണത്രയും പഠിക്കണം. പഠിക്കുന്ന എത്ര വെച്ചാൽ നമ്മളുടെ ഇപ്പോൾ കന്നഡം സ്വല്പ അറിയാം. തമിഴ് നല്ല വലിയൊരു പഴങ്കാലത്ത് ഏറ്റവും ഓൾഡസ്റ്റ് ലാംഗ്വേജ് ഇൻ ദി വേൾഡ് ആണ്. തെലുങ്ക്, പിന്നെ നമ്മളുടെ നാട്ടിൽ തന്നെ ഉണ്ട് ഒരുപാട് ലാംഗ്വേജസ്. മനുഷ്യനെ മനസ്സിലാക്കാവുന്ന കവയത്രി ആവണം എന്നൊരു മോഹം ഉണ്ടല്ലേ? അതെന്താ അതിൻ്റെ പിന്നിലുള്ള കഥ? അതായത് എനിക്ക് അമ്മ നന്നായിട്ട് എഴുതും. ഇങ്ങനെ എസ്സേ അങ്ങനെയൊക്കെ എഴുതും. കവിത അങ്ങനെ ഞാൻ വായിച്ചിട്ടില്ല. അമ്മ എഴുതുമായിരുന്നു, അത്ര അറിയില്ല. ഞാൻ വായിച്ചിട്ടില്ല. അമ്മ എസ്സേ ഒക്കെ എഴുതി തരാറുണ്ട്. അപ്പോൾ പിന്നെ ഇപ്രാവശ്യമാണ് യൂത്ത് ഫെസ്റ്റിവലിന് അങ്ങനെ ഒരു കാറ്റഗറി കണ്ടു. ഇപ്പോൾ വേഴ്സിഫിക്കേഷൻ മലയാളം കവിത എഴുതുന്നത്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടാണ് എഴുതാൻ തുടങ്ങിയത്. പക്ഷെ എഴുതാൻ പറ്റുന്നുണ്ട്, കുഴപ്പമില്ല എന്ന് പറയുന്നു എല്ലാവരും, അറിയില്ല. അപ്പം എനിക്ക് എഴുതാൻ ഇഷ്ടമാണ്. അപ്പം ഞാൻ എഴുതും. കൂടുതൽ നമ്മളെ പറ്റിയിട്ട് തന്നെ എഴുതാനാണ് ഇഷ്ടം, പ്രകൃതിയല്ല. അപ്പോൾ അങ്ങനെ ഞാൻ ആത്മീയമായിട്ടുള്ളതാണ് കൂടുതൽ ഇഷ്ടം. ആത്മീയമല്ല, ഞാൻ ഇതുവരെ എഴുതി നോക്കിയിട്ടില്ല. അങ്ങനെ കുറെ എഴുതിയിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്നാലും എനിക്ക് നമ്മളെ പറ്റിയിട്ട് എഴുതുന്നതാണ് കൂടുതൽ ഇഷ്ടം. ആര്യയുടെ ഏറ്റവും വലിയ ഹോബി ഇതെന്താണ്? ഡ്രീം എന്താ? എനിക്കൊരു അധ്യാപിക ആവണം. അതാണല്ലോ ഏറ്റവും വലിയ ഡ്രീം. ഏതായാലും അതിലേക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് വരാം. അതിലേക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. മൂന്നാമത്തെ ചോദ്യം, ഭീഷ്മരുടെ പൂർവജന്മത്തിലെ പേര് എന്ത്? എ ധരൻ, ബി ദ്യോവ്, സി പ്രഭാസൻ, ഡി അനലൻ. യുവർ ടൈമർ സ്റ്റാർട്ട്സ് നൗ. ഡി ദ്യോവ്. നേരത്തെ പറഞ്ഞേ ഉള്ളൂ. ഏതായാലും ലോക്ക് ചെയ്യട്ടെ. ബി ദ്യോവ്. നേരത്തെ പറഞ്ഞിരുന്നു, ഇപ്പോഴും അത് തന്നെയാ പറയുന്നത്. ഭീഷ്മർക്ക് ഇപ്പൊ എത്ര നാമമുണ്ട്? കുറച്ചുണ്ടോ? ഒരു 3 ഏതൊക്കെയാ അറിയുന്ന? ഏതൊക്കെയാ? ഗംഗാദത്തൻ, ദേവവ്രതൻ, ഗാംഗേയൻ, ഭീഷ്മർ. ഇത് പൂർവ്വജന്മത്തിലത്തെ പേരാണ് അല്ലേ? ഏതായാലും ആ ജന്മത്തിലത്തെ പേര് ശരിയാണോ തെറ്റാണോ? ബി ദ്യോവ്. ശരിയോ തെറ്റോ? ശരിയായ ഉത്തരം മൂന്നാമത്തെ ചോദ്യത്തിനും കൃത്യമായി പറഞ്ഞിരിക്കുന്നു. 30 മാർക്ക് കിട്ടിയിരിക്കുന്നു. മുത്തശ്ശൻ അധ്യാപകനാണെന്ന് പറഞ്ഞല്ലോ, അതാണോ ഇൻഫ്ലുവൻസ് വരാൻ കാരണം? അതെ, മുത്തശ്ശൻ ഉണ്ടായിരുന്ന സമയത്ത് ഇങ്ങനെ മഹാഭാരതം കഥകളൊക്കെ പറഞ്ഞു തരുമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഒരു സിനിമ കാണുന്ന പോലെ നമുക്ക് നന്നായി ഇമാജിൻ ചെയ്യാൻ പറ്റുമായിരുന്നു. വളരെ ഇതായിട്ട് പറഞ്ഞു തരും, എക്സ്പ്ലെയിൻ ചെയ്ത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരുമായിരുന്നു. അതെ, അപ്പൊ എനിക്കും അങ്ങനെ നന്നായി പഠിപ്പിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നുള്ളൊരു, മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കാനുള്ള താല്പര്യം. അതെ, ഇതുപോലെ പഠനവും നമുക്ക് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ രസകരമായി പറഞ്ഞു കൊടുക്കാൻ പറ്റി, അത് അവരുടെ മനസ്സിൽ നിൽക്കുമല്ലോ. ഓക്കെ, അത് തന്നെയാണ് വ്യാസനും ശ്രമിച്ചത്. പല വലിയ വലിയ തത്വങ്ങളും വലിയ വലിയ കാര്യങ്ങൾ വേദാന്തങ്ങളും കഥാരൂപത്തിൽ പറയുമ്പോൾ നമ്മളുടെ സനാതനധർമ്മത്തിലെ പല മഹാഭാരതം,
രാമായണം ഇതെല്ലാം ഇതിഹാസങ്ങളായിട്ട് മാറുന്നതും അതുകൊണ്ട് തന്നെയാണ്. ശരിക്കുള്ള കഥകളും അത്ര തത്വങ്ങളും അതാണ്. അപ്പോൾ അത് വളരെ കറക്റ്റായിട്ട് മനസ്സിലാക്കി. ഏതായാലും നല്ല ഒരു തോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമുക്ക് 4ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 4ാമത്തെ ചോദ്യം. ആരുടെ ശാപം മൂലമാണ് അഷ്ടവസുക്കൾ മനുഷ്യരൂപത്തിൽ ജനിക്കുന്നത്? എ ദുർവാസാവ്, ബി വിശ്വാമിത്രൻ, സി വസിഷ്ഠൻ, ഡി ബ്രഹ്മാവ്. യുവർ ടൈമർ സ്റ്റാർട്ട്സ് നൗ. സി വസിഷ്ഠൻ. സി വസിഷ്ഠൻ ലോക്ക് ചെയ്യട്ടെ? പ്ലീസ് ലോക്ക് സി വസിഷ്ഠൻ. ഈ ശാപം കൊടുക്കുന്ന ആള് ദുർവാസാവല്ലേ? അല്ല ഇവിടെ അല്ലേ? ദുർവാസാവ് ക്ഷമിക്കും, പക്ഷെ ഇവിടെ ദുർവാസാവല്ല. എന്താ പോയി കാരണം? എന്താ ഇവിടെ അതല്ല പറയാൻ കാരണം? പഠിച്ച് അപ്പോ വസിഷ്ഠൻ, അതിനപ്പോ അതിന്റെ പുറകിൽ ഒരു കഥ ഉണ്ടാവണല്ലോ. എന്താണ്? അതായത് വസിഷ്ഠന് ഹോമദ്രവ്യങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് നന്ദിനി എന്നൊരു പശു ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ദ്യോവിന്റെ പത്നിക്ക് ആ ഒരു പശുവിനെ വേണം തോന്നി. കാര്യം ആ പശുവിന്റെ പാല് കുടിക്കുന്ന മനുഷ്യൻ 10,000 വർഷം യൗവനത്തോടു കൂടി ജീവിക്കും. അപ്പൊ അത് ദ്യോവിന് പത്നിക്ക് വേണ്ടിയിട്ടായിരുന്നില്ല. പത്നിക്ക് ഏതായാലും മനുഷ്യനല്ല. അപ്പൊ പത്നിക്ക് മർത്യലോകത്തെ ഒരു രാജകുമാരി, ഒരു കൂട്ടുകാരി ഉണ്ട്, ജിതവതി. അപ്പോൾ ജിതവതിക്ക് വേണ്ടിയിട്ടായിരുന്നു ഈ നന്ദിനീനെ അപഹരിക്കാൻ പറയുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യും. അപ്പൊ അത് വസിഷ്ഠൻ ജ്ഞാനദൃഷ്ടി കൊണ്ട് കണ്ടറിയും, അങ്ങനെ ശപിക്കുന്നു. നളോപാഖ്യാനം മാത്രമല്ല, ഇതും പഠിച്ചു വെച്ചിട്ടുണ്ട്. ഏതായാലും നല്ല പറഞ്ഞതൊക്കെ ശരിയാണ് എന്ന് വിചാരിക്കാം. നമുക്ക് സി വസിഷ്ഠൻ ശരിയോ തെറ്റോ? കഥയൊക്കെ ശരിയായി, പക്ഷെ ഉത്തരം തെറ്റിപ്പോയി. എ ദുർവാസാവ് അല്ല, സി വസിഷ്ഠൻ തന്നെയാണ് കറക്റ്റായ ഉത്തരമാണ്. സി വസിഷ്ഠൻ 4ാമത്തെ ചോദ്യത്തിനും കൃത്യമായ ഉത്തരം പറഞ്ഞിരിക്കുന്നു. വളരെ കറക്റ്റായിട്ടുള്ള കഥയാണ് ഈ പറഞ്ഞത്. ഇത് നമ്മൾ നിങ്ങൾ ഞാൻ ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ക്വിസിന് വേണ്ടി മാത്രം കണാപ്പണം പഠിച്ചത് ഇതൊക്കെ മനസ്സിലാക്കി വെച്ചതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് 5ാമത്തെ ചോദ്യം. ആർക്ക് സമ്മാനമായി നൽകാനാണ് ദ്യോവ് വസിഷ്ഠന് പശുവായ നന്ദിനിയെ പിടിച്ചു കൊണ്ടുപോകാൻ തുണിഞ്ഞത്? എ ജിതവതിക്ക്, ബി സുദർശനയ്ക്ക്, സി ഗംഗാദേവിക്ക്, ഡി അനുസൂയയ്ക്ക്. യുവർ ടൈമർ സ്റ്റാർട്ട്സ് നൗ. എ ജിതവതിക്ക്. എ ജിതവതിക്ക് ഉറപ്പാണ്? സംശയമില്ല. ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ, ഉറപ്പല്ലേ? ലോക്ക് ചെയ്യട്ടെ? എ ജിതവതി ശരിയോ തെറ്റോ? എന്താ ശരിയാണ്, നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ആർക്ക് സമ്മാനമായിട്ടാണെന്നുള്ളത്. ഇല്ല, ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരെന്താണെന്നറിയോ? ഇല്ല, പത്നിയുടെ പേര് കൊടുത്തിട്ടില്ല. ആയിക്കോട്ടെ, നമുക്ക് 6ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 6ാമത്തെ ചോദ്യം. ദാശരാജാവിന്റെ വളർത്തുമകൾ ആരാണ്? എ ഗംഗാദേവി, ബി കുന്തി ദേവി, സി സത്യഭാമ, ഡി സത്യവതി. യുവർ ടൈമർ സ്റ്റാർട്ട്സ് നൗ. ഡി സത്യവതി. ഡി സത്യവതി. ദാശരാജാവ് ആരാന്നറിയാം? ലോക്ക് ചെയ്യട്ടെ? ഡി സത്യവതി ലോക്ക് ചെയ്യൂ. അല്ല, ഇതിലിപ്പോ ഗംഗാദേവി ദാശരാജാവിന്റെ ആരുമല്ലേ? ഏ വളർത്തുമകളല്ല. കുന്തിദേവി അല്ല. കുന്തിദേവി അല്ലേ വളർത്തുമകള്? ശരിക്കും കുന്തിദേവി വളർത്തുമകളായിട്ടാണല്ലോ വളരണത്. അതെ. അപ്പൊ ഈ കുന്തിദേവിയുടെ ദാശരാജാവിന്റെ വളർത്തുമകളല്ല കുന്തിദേവി. സംശയമില്ല. ഏതായാലും അവർക്ക് സംശയമില്ല. ഇനി കമ്പ്യൂട്ടറിന് സംശയം ഉണ്ടോ എന്ന് നോക്കാം. ശരിയാണോ തെറ്റാണോ? സത്യവതി. ശരിയായ ഉത്തരം. ദാശരാജാവ് എന്ന് പറയുന്നത് മത്സ്യം ആ കൂട്ടത്തിൽപ്പെട്ട ഒരു രാജാവാണ്, അവിടുത്തെ രാജാവാണ് മത്സ്യം. ഏതായാലും 6ാമത്തെ ചോദ്യം കഴിഞ്ഞു. നിങ്ങൾക്ക് ഇപ്പോൾ കവിത കേൾക്കാനും ഒക്കെ ഇഷ്ടമാണല്ലോ ആര്യയ്ക്ക്. വളരെയധികം മനസ്സിനെ ആകർഷിച്ച 4 വരും ചൊല്ലാൻ പറ്റുമോ? പറയൂ. കേരളം എന്നാണ് കവിതയുടെ പേര്. അച്ഛന്റെ ജ്യേഷ്ഠൻ എഴുതിയ പേരെന്താണ്? സതീഷ് മേതിൽ. 4 വരി മതിയേ. സഹ്യാദ്രിക്കപ്പുറം
മാരിക്കാർ മുകിലിനു താഴെയായി ചിത്രം വരച്ചു ദൈവം, ഒരു വശ്യമനോഹര വർണ്ണചിത്രം, വശ്യമനോഹര വർണ്ണചിത്രം. സഹ്യൻ മുഖം നോക്കും അറബിക്കടലിൻ്റെ തെളിമയിൽ കാണുകയായി ചിത്രബിംബം, പ്രതിച്ഛായയിൽ മോഹനം ചിത്രബിംബം, പ്രതിച്ഛായയിൽ മോഹനം ചിത്രബിംബം. വെരി ഗുഡ്. 6 ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം പറഞ്ഞു. 60 മാർക്ക് കിട്ടി നിൽക്കുന്നതാണ്. ഇനി 7ാമത്തെ ചോദ്യം നമുക്ക് ചോദിക്കാം. 7ാമത്തെ ചോദ്യം. അച്ഛൻ്റെ ഹിതമറിഞ്ഞ് ഭീഷ്മപ്രതിജ്ഞ ചെയ്ത ഗംഗാദത്തന് ശന്തനു നൽകിയ വരമെന്ത്? എ രാജാധികാരം, ബി അപരാജിതത്വം, സി സ്വച്ഛന്ത മൃത്യു, ഡി ജിതേന്ദ്രിയത്വം. യോ ടൈമർ സ്റ്റാർട്ട്സ് നൗ. സി സ്വച്ഛന്ത മൃത്യു. സ്വച്ഛന്ത മൃത്യു എന്ന് വെച്ചാൽ ഏതായാലും ലോക്ക് ചെയ്യട്ടെ? ആ. സംശയമില്ലല്ലോ? ഇല്ല. ലോക്ക് ചെയ്യുന്നു. ആ. സി സ്വച്ഛന്ത മൃത്യു. എന്താ അതിന്റെ അർത്ഥം? ഇഷ്ടമുള്ള സമയത്ത് മരിക്കാം. ഇഷ്ടമുള്ള സമയത്ത് മരിക്കാം. അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് എന്റെ മൃത്യു മനുഷ്യ, ഉണ്ടാവുന്നത്. അദ്ദേഹം ആഗ്രഹിക്കാതിരുന്ന എന്തായിരുന്നിട്ടുണ്ടാവും? ഇപ്പോഴും ആഗ്രഹിക്കാതെ ഇരുന്നിരുന്നെങ്കിലേ ഇപ്പോഴും ഉണ്ടാവും എന്ന് പറയാം. അതെ. ഏതായാലും ശരിയാണോ തെറ്റാണോ? സി സ്വച്ഛന്ത മൃത്യു. അപരാജിതത്വം, അല്ല. ഇച്ഛാമൃത്യു. കറക്റ്റ്, വളരെ കറക്റ്റ്. അപ്പോൾ വളരെ കൃത്യമായിട്ടുള്ള ആൻസറാണ്. വളരെ ശരിയാ. അപ്പോൾ 70 മാർക്കും ലഭിച്ചിരിക്കുന്നു. വളരെ നന്നായി, അടിപൊളി. ഏതായാലും നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട് ആ പോർഷൻ മൊത്തം. എനിക്ക് അതാണ് കൂടുതൽ ഇഷ്ടമായത്. കഥകൾ മുഴുവനും നിങ്ങൾ അറിഞ്ഞു വെച്ചിട്ടുണ്ട്. നന്നായിട്ട് വരൂ. എല്ലാം ഇതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീംസൊക്കെ ഫലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് വരദെ വിളിക്കാം. വരദെ. അങ്ങനെ അടിപൊളിയായിട്ട് കഴിഞ്ഞു അല്ലേ? അടിപൊളിയായിട്ട് കഴിഞ്ഞു. എല്ലാ ചോദ്യത്തിനും ഉത്തരം കിട്ടി. താങ്ക് യു ചേച്ചി. വരും. അപ്പൊ ആര്യ ദേവനന്ദ ഫുൾ മാർക്കും കിട്ടിയല്ലോ, ഭയങ്കര ഹാപ്പി ആണല്ലോ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു നമുക്ക് ആചാര്യസഭയുടെ അടുത്ത് ചോദിക്കാം. സ്വാമിജി. ഭവൻസ് വിദ്യാമന്ദിർ പാലക്കാട്, അവരുടെ 2 മക്കൾ അവിടെ ഈ സ്മാർട്ട് ലേണിംഗ് ഉള്ളതുകൊണ്ടാണ് ഇത്ര സ്മാർട്ടായിട്ട് ഉത്തരം പറയുന്നതെന്നുള്ളൊരു സംശയമുണ്ട്. വളരെ ഗംഭീരമായിരുന്നു 2 പേരും ഉത്തരം നൽകിയത്. അതുപോലെ ഇവരുടെ മുത്തച്ഛൻ, ആര്യയുടെ മുത്തച്ഛനെ പോലെയുള്ള, ഞാനത് കേൾക്കുമ്പോൾ വിചാരിച്ചതാണ്, അങ്ങനെയുള്ള മുത്തച്ഛന്മാരും മുത്തശ്ശിമാരും ഇല്ലാത്തതാണ് ഇന്ന് നമ്മുടെ പുതിയ തലമുറയുടെ ഏറ്റവും വലിയ ദൗർഭാഗ്യം. പക്ഷെ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, അല്ലെ ഭാഗ്യവതികളാണ്. കാരണം ഇങ്ങനെയുള്ള മുത്തച്ഛന്മാരും മുത്തശ്ശിമാരും ഇല്ലാതെ വരുമ്പോഴാണ് കഥയില്ലാത്ത ജീവിതമാകുന്നത്. ഇത്ര വലിയ ത്യാഗിയാണെങ്കിലും മമതയുണ്ടെങ്കിൽ ആ ത്യാഗത്തിൽ ഒരു നിഴൽ വീഴുമെന്നുള്ളത് സംശയമില്ല. അതാണ് ഭീഷ്മരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാം ഉപേക്ഷിച്ചിട്ടും, രാജ്യവും ഈ രാജസ്ഥാനവും എല്ലാം ഉപേക്ഷിച്ചിട്ട് കൂടി ഒരു വിധത്തിൽ അദ്ദേഹം ഉപേക്ഷിച്ചിട്ടില്ലായിരുന്നു എന്ന് വേണം പറയാൻ. കാരണം രാജ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം ഇടപെട്ടിരുന്നു. അംബാലികയുടെ ആ വിവാഹം, അതിൻ്റെ ആ സ്വയംവര വേദിയിൽ കടന്നു ചെന്നത് വിചിത്രവീരന് പകരം അദ്ദേഹമാണ് ചെല്ലുന്നത്. അങ്ങനെ പല സന്ദർഭങ്ങളിലും അദ്ദേഹം ഈ ഭരണകാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ കിരീടമില്ലാത്ത രാജാവായിരുന്നു ഭീഷ്മർ. അതെല്ലാം ഉപേക്ഷിച്ചുവെങ്കിലും ഉപേക്ഷിക്കാത്തൊരു ഭാവം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ആ മമത. ഈ മമതയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ദുഃഖത്തിൻ്റെയും കാരണം. പിന്നെ ഭീഷ്മരുടെ ഈ ത്യാഗം കൊണ്ട് എന്ത് സംഭവിച്ചു? ഒരു വംശം, 2 വംശങ്ങൾ, അതായത് പാണ്ഡവരുടെയും കൗരവന്മാരുടെ 2 വംശങ്ങളുണ്ടായി, മഹാഭാരത യുദ്ധം ഉണ്ടായി. ആ ത്യാഗം രാജ്യത്തിന് ഗുണം ചെയ്തില്ല. അപ്പോൾ രാജ്യത്തിന് ഗുണം വരുന്ന രീതിയിലുള്ളൊരു തീരുമാനമെടുക്കാൻ സാധിക്കാതെ പോയതാണ് ഭീഷ്മരുടെ ഏറ്റവും വലിയ ദൗർഭാഗ്യം തോന്നുന്നു. തീർച്ചയായിട്ടും നമ്മൾ ഇതിലൂടെയൊക്കെ ഒരുപാട് കഥകൾ പഠിക്കാനുണ്ട്, കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിലും പ്രയോജനപ്പെടും, നമുക്കൊക്കെ പ്രയോജനപ്പെടുന്നതാണിത്. തീർച്ചയായിട്ടും മക്കൾക്കെല്ലാം അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. നന്ദി സ്വാമിജി. വിശ്വനാഥൻ സർ. ശ്രേഷ്ഠഭാരതം എന്ന പേര് അന്വർത്ഥമാക്കുന്ന 2 കുട്ടികളാണ് ഇന്ന് നമുക്ക് കിട്ടിയത്. കാരണം ഭാരത സംസ്കാരം എന്തുകൊണ്ടാണ് ശ്രേഷ്ഠമാകുന്നത് എന്ന് വ്യക്തമായി തിരിച്ചറിയാൻ പറ്റിയ 2 കുട്ടികളാണ്. ഒരു ശപഥം
ഒരാൾ ജീവിതത്തിൽ എടുക്കുന്നത് ജീവിതകാലം മുഴുവൻ കൊണ്ടു നടക്കാനാവണം എന്നില്ല. ശപഥങ്ങൾ തത്കാല ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ആ ആവശ്യം നിറവേറ്റിക്കഴിഞ്ഞാൽ ശപഥത്തിന് പിൻവാങ്ങാം. രാജ്യം അരാജകമാകുന്നു, ഇനിയും സ്വീകരിക്കാൻ ആരുമില്ല, സത്യവതിയില്ല, പിന്നെന്താണ് 2 പുത്രന്മാർ അവരുമില്ല. അങ്ങനെ അനാഥമാകുമ്പോൾ രാജ്യം സ്വീകരിക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ ഈ മഹാഭാരത യുദ്ധത്തിൻ്റെ ആ ഒരു പരമ്പരയിലേക്ക് പോവാതെ ഒന്നുകൂടി ഉത്കൃഷ്ടമായ ഒരു ഭാരത ജീവിതചര്യയെ വാർത്തെടുക്കാൻ കഴിയുമായിരുന്നു. ആ 100 മക്കളെയും വേണ്ട വിധത്തിൽ കൊണ്ടുപോകാനുള്ള കഴിവ് ഭീഷ്മർക്കുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ശപഥം എന്നൊരൊറ്റ പേര് പറഞ്ഞിട്ടാണ് അത് മാറ്റിയത്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചില ശപഥങ്ങൾ എടുക്കാറുണ്ട്. ഇനി ഞാൻ ഇന്ന് ആരോടും മിണ്ടില്ല എന്നൊക്കെ, ഇന്ന് മാത്രമേ ഉള്ളൂ, അപ്പോഴത്തേക്ക് മാത്രമേ ഉള്ളൂ. ഇതൊന്നും ജീവിതകാലം മുഴുവൻ കൊണ്ടു നടക്കാനുള്ളതല്ല. ആ വിവേകം ഉണ്ടാകുന്നില്ലെങ്കിൽ ശപഥം നിരർത്ഥകമാകും എന്നൊരു ശപഥത്തിൻ്റെ പാഠം കൂടി ഈ ഭീഷ്മകഥയിൽ നമുക്ക് പഠിക്കാനുണ്ട്. അങ്ങനെയുള്ള പാഠങ്ങൾ ഈ കഥയിൽ നിന്നും മനസ്സിലാക്കിയിട്ട് ജീവിതത്തെ നന്നാക്കിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സർ. അലക്സാണ്ടർ സർ. ഇന്നത്തെ 2 കുട്ടികളും അതിപ്രഗത്ഭമായ പെർഫോമൻസ് ആയിരുന്നു. 2 കുട്ടികളും IAS എഴുതണം, 2 പേരും കളക്ടർമാരായിട്ട് വരണം. നിങ്ങൾക്ക് IAS പഠിക്കാനുള്ള എല്ലാ സൗകര്യവും ഞാൻ ചെയ്തുതരാം, എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഈ ഭീഷ്മ ശപഥത്തിൻ്റെ വളരെ ശ്രദ്ധേയമായ ചില ഭാഗങ്ങളുണ്ട്. ദുഷ്യന്തൻ്റെ മകൻ ഭരതൻ്റെ സന്ധി പരമ്പരയിൽപ്പെട്ട നഹൂഷിൻ്റെ യയാതിയുടെയും സന്ധി പരമ്പരയിലാണ് ഭീഷ്മർ ജനിക്കുന്നത്, ശാന്തനുവിൻ്റെ മകനായിട്ട്. അച്ഛന് വേണ്ടി സ്വന്തം സുഖങ്ങളെ ഉപേക്ഷിക്കുന്ന ഭീഷ്മരുടെ ശബ്ദം ആധുനിക തലമുറയ്ക്ക് വലിയ മാർഗനിർദ്ദേശമാകേണ്ട ഒന്നാമത്തെ പാഠമാണ്. രണ്ടാമത്തെ പാഠം, ഭീഷ്മരുടെ ഈ ശബ്ദം ജീവിതകാലം മുഴുവൻ അദ്ദേഹം കൊണ്ടുപോയി. വിൽ പവർ അത് കുട്ടികൾക്ക് വേണം. അതാണ് ഭീഷ്മർ നമ്മളെ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ പാഠം. മൂന്നാമത്തെ പാഠം എന്താണെന്ന് ചോദിച്ചാൽ, ഭീഷ്മരുടെ ഈ ശബ്ദത്തിൻ്റെ പരിണിതഫലം അയാൾക്ക് കിട്ടിയ സ്വച്ഛന്ത മൃത്യുവാണ്. അപ്പോൾ ഫിയർ ഓഫ് ഡെത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളാണ്. അപ്പോൾ ശ്രീമദ് ഭാഗവതവും ദേവി ഭാഗവതവും പഠിപ്പിച്ച വലിയ പാഠത്തിൻ്റെ മറുവശം നമുക്ക് കിട്ടും ഭീഷ്മരുടെ ഈ പ്രതിജ്ഞയിൽ നിന്ന്. നാലാമത്തെ പ്രസിദ്ധമായ പാഠം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ശബ്ദമെടുത്ത ഈ മനുഷ്യന് അതിൽ നിന്നുണ്ടാക്കിയ കുഴപ്പം അദ്ദേഹത്തിന് തന്നെ മരണത്തിന് വഴിവെച്ചു എന്നുള്ളതാണ്. ഇങ്ങാരുടെ ശബ്ദത്തിൽ നിന്നാണ് അങ്ങാരുടെ മരണ കാരണമായ ശിഖണ്ഡിയുടെ ജനനം. അപ്പോൾ നമ്മളൊരു ശബ്ദം എടുക്കുമ്പോൾ അതിൻ്റെ വരും വഴി നോക്കിയിട്ട് വേണം ശബ്ദം എടുക്കാൻ. അഞ്ചാമത് കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇദ്ദേഹം സ്വച്ഛം നിവൃത്തി ആയതുകൊണ്ട് ഇദ്ദേഹം ഉത്തരായന കാലത്തെ മരിക്കുമെന്ന് തീരുമാനിച്ചു. അതുകൊണ്ടാണ് ദുര്യോധനൻ ദക്ഷിണായന കാലത്ത് യുദ്ധം നടത്തിയത്. കാരണം സേനാനായകൻ കൊല്ലപ്പെട്ടില്ലെങ്കിൽ യുദ്ധം തോക്കുകയില്ല. പക്ഷെ ഭഗവാൻ കൃഷ്ണൻ ഇതിലും ബുദ്ധിമാനായതുകൊണ്ട് ദക്ഷിണായന കാലത്ത് ഈ ഭീഷ്മരെ വീഴിച്ചിട്ട് യുദ്ധം ജയിച്ചു. അപ്പോൾ ഭീഷ്മരിങ്ങനെ ശരശയെ കിടക്കുകയാണ്. അപ്പോൾ ഭഗവാൻ അറിയാം ഉത്തരായന കാലം തുടങ്ങുന്ന അന്ന് ഇദ്ദേഹം മരിക്കുമെന്ന്. അപ്പോൾ ഭഗവാൻ ഭീഷ്മരെ കാണാൻ വന്നു. അപ്പോൾ ഭീഷ്മർ കണ്ടുകൊണ്ടേ പറഞ്ഞു, എൻ്റെ കൃഷ്ണ, നീ വിഷ്ണു ഭഗവാനാണെന്ന് എനിക്ക് പണ്ടേ അറിയാമെന്ന് കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് മഹത്തായ വിഷ്ണു സഹസ്രനാമം ഭീഷ്മര ശരശയിൽ കിടന്ന് പറയുകയാണ്. സനാതനധർമ്മത്തിൻ്റെ അതിഗംഭീരമായ ഒരു പുസ്തകമാണ് ഈ വിഷ്ണു സഹസ്രനാമം. അതുണ്ടാവാനുള്ള കാരണം ഈ ശബ്ദത്തിൽ നിന്നുണ്ടായ പരിണിതഫലമായി കിടന്ന ശരശയാണ്. അപ്പോൾ ഒരു ശബ്ദത്തിൻ്റെ 5 പാഠങ്ങൾ ആധുനിക തലമുറ പഠിക്കണം. ആ പാഠമാണ് ഇതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടത്. താങ്ക് യു സർ. ഹെബാർജി. ആദ്യം തന്നെ 2 മിടുക്കികൾക്കും കൺഗ്രാറ്റുലേഷൻസ്, ഫുൾ മാർക്കും കിട്ടിയിരിക്കുകയാണ്. ഞാൻ ഇതിനു മുമ്പും ഈ പ്രോഗ്രാമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ ഇവിടെ മെൻറ്റേഴ്സ് ആയിട്ടാണ് ഞങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നത്. അന്നും ഞങ്ങൾ പറഞ്ഞതാണ്, ഞാനും ചേർത്ത് മൃദുലയൊക്കെ വരതയൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഇന്നൊരു ജഡ്ജായിട്ടല്ല, ഇന്നും നിങ്ങളുടെ പോലെ തന്നെ ഒരു മെൻറ്ററല്ല, ഒരു സ്റ്റുഡൻ്റ് ആയിട്ടാണ് അവിടെ ഇരിക്കുന്നത്. ബിക്കോസ് ഇവിടെ ആചാര്യന്മാർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്ന കൗതുകത്തോടെ തന്നെയാണ് ഞാനും കേൾക്കുന്നത്. രണ്ടാമത്തെ കാര്യം, നിങ്ങളെ ഞാൻ കാണുന്നതും അതിലും കൗതുകത്തോടെയാണ്. ബിക്കോസ് നിങ്ങളാണ് നാളത്തെ ജനറേഷൻ. നിങ്ങളുടെ തോട്ട് പ്രോസസ്സ്, നിങ്ങളെങ്ങനെ ചിന്തിക്കുന്നു, നിങ്ങളെങ്ങനെ കാര്യങ്ങൾ വീക്ഷിക്കുന്നു, നിങ്ങളുടെ ഡ്രീംസ് എന്താണ്, നിങ്ങൾ ഈ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളിൽ നിന്നും നിങ്ങൾ എടുത്തിട്ടുള്ള മൂല്യങ്ങൾ നിങ്ങളെങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു, അത് എത്ര ജെന്യൂനായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നു, നിങ്ങൾ എത്ര ഡ്രീം ചെയ്യുമ്പോൾ എത്ര വൈഡായിട്ട് ഡ്രീം ചെയ്യുന്നു എന്ന് കാണുമ്പോൾ ഒരുപാട് സന്തോഷം. ഒരാൾ ടീച്ചറാവണമെന്ന് പറഞ്ഞു, എൻ്റെ അമ്മ ടീച്ചറാണ്, അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി. ഇവിടെ ഒരാൾ സിവിൽ സർവീസിലേക്ക് പോകണം പറഞ്ഞു അല്ലേ, പക്ഷെ അതിനുശേഷം പറഞ്ഞു എല്ലാ ഭാഷയിലും പുസ്തകം വായിക്കണം എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ചേച്ചി സംസാരിക്കുക മാത്രമല്ല പഠിക്കുമാണ്, വായിക്കാനും എഴുതാനൊക്കെ പഠിക്കണം. അതെ, പക്കാ പഠനം നടത്തേണ്ടി വരും. പക്ഷെ മോളെ, ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ ഭാരതത്തിൽ മാത്രമേ നമുക്കിത് കിട്ടുള്ളൂ. എന്താ പറഞ്ഞാൽ അത്രയും ലാംഗ്വേജസ് ആണ്. ഇപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് പല ലാംഗ്വേജസ് അറിയുന്നത് എൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ സാഹചര്യം കൊണ്ടാണ്.
എവിടെ ജനിച്ചു, എവിടെ വളർന്നു, എവിടെ പോയി, ഏത് തൊഴിൽ ചെയ്യുന്നു, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അത്രയും ഓപ്പർച്യൂണിറ്റീസ് യുവർ ലാൻഡ് ആൻഡ് യുവർ കൾച്ചർ ഹസ് പ്രൊവൈഡഡ് ഫോർ യു. അപ്പോൾ യൂസ് ഇറ്റ്. സാറ് പറഞ്ഞല്ലോ കം ടു മീ, ഐ വിൽ ഹെൽപ്പ് യു എന്ന് പറഞ്ഞു. ഇതിനും കാട്ടും കൂടുതൽ ഈ പ്രോഗ്രാമിന് എന്താണ് ഒരു പ്രചോദനം തരേണ്ടത്? ഇത് കാണുന്ന കുട്ടികളും ഈ പ്രോഗ്രാം കണ്ട് ഒരുപാട് പഠിക്കട്ടെ, ഒരുപാട് സ്വപ്നങ്ങൾ കാണട്ടെ, എല്ലാ സ്വപ്നങ്ങളും സത്യമാവട്ടെ. വിഷ് യു ബോത്ത് ദ വെരി ബെസ്റ്റ് ഓഫ് എവറിത്തിങ് ഇൻ ലൈഫ്. താങ്ക് യു ഹെബ്ബാർജി. അപ്പം നല്ല മാർക്ക് കിട്ടി, നല്ല കമൻസ് കിട്ടി. അപ്പം എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഇനിയിപ്പോൾ നമുക്ക് അടുത്ത റൗണ്ടിൽ കാണാം അല്ലേ? ഓക്കെ, അപ്പം നമ്മുടെ വജ്രവ്യൂഹം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ആരംഭിക്കാം മകരവ്യൂഹം. മകരവ്യൂഹത്തിന്റെ ഇന്നത്തെ ഈ വേദിയിൽ ആരാണ് പെർഫോം ചെയ്യാൻ വരുന്നത് നമുക്ക് ചോദിച്ചു നോക്കാം. ഹെബ്ബാർജി. ചിന്മയ വിദ്യാലയ, ചെങ്ങന്നൂർ. അപ്പൊ നമ്മുടെ കുട്ടികളെല്ലാവരും ഇവിടെ റെഡി ആയിട്ട് നിപ്പുണ്ട്. നമുക്ക് ആ സൈഡിൽ നിന്ന് പരിചയപ്പെട്ടാലോ? പേര്? പവന. എത്രാം ക്ലാസ്സിലാ? 9. ശ്രേയ +2. മീര +1. അശ്വതി +2. അതുല്യ +1. +1. ആരാണ് നിങ്ങളൊക്കെ ഈ ക്യാരക്ടറിനെ തെരഞ്ഞെടുത്തത്? നിങ്ങളായിട്ട് മുന്നോട്ട് വന്നാണോ ടീച്ചേഴ്സ് സെലക്ട് ചെയ്താണോ? ടീച്ചേഴ്സ് സെലക്ട് ചെയ്താണ്. അപ്പൊ ടീച്ചേഴ്സ് ആണ് ഇതിന്റെ ആൾക്കാരെന്നാണ് പറയുന്നത്, കുട്ടികളല്ല അല്ലേ? ഓക്കെ, എന്തായാലും ഇന്നത്തെ നമ്മളുടെ ഒരു വിഷയം എന്താണ്? ആരാ പറയാൻ പോകുന്നത്? പൊന്നമ്പലം മേടും 18 പടികളും ഒന്നാണ്. ആ ഒരു വിഷയത്തിന് ആസ്പദമാക്കിയിട്ടാണ് സ്കിറ്റ് വരുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും പഠിച്ച് സെറ്റ് ആയിട്ട് വന്നേക്കല്ലേ? നമുക്ക് തകർത്താലോ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓം ഓംകാരനാദം കേൾക്കുന്നില്ലേ നിങ്ങൾ? ഈ ശിലാതലത്തിൽ നിന്നും മുഴങ്ങുന്ന ഓംകാരനാദം, ഈ പരബ്രഹ്മനാദ പ്രതലത്തിൽ നിന്നും നമുക്ക് ആരംഭിക്കാം. ഉയർന്നു നിൽക്കുന്ന നിര്യതി കോൺ, താഴ്ന്നു സ്ഥിതി ചെയ്യുന്ന ഈശാന കോൺ, ഈ ശ്രേഷ്ഠ സ്ഥാനം തന്നെ ആകട്ടെ ശാസ്താ പ്രതിഷ്ഠയ്ക്കുള്ള ക്ഷേത്രസ്ഥാനം. ശില്പി ശ്രേഷ്ഠ, അനുഷ്ഠാനപരമായ ഭൂമി പൂജയും ആചാരപരമായ ആയുധ പൂജയും തുടങ്ങിക്കോളൂ. കണ്ണുകളിൽ സൂക്ഷ്മത, കരങ്ങളിൽ കൃത്യത, മനസ്സിൽ ഏകാഗ്രത. മലകൾക്കൊന്നടുവിൽ നിർമ്മിതമാകുന്ന ക്ഷേത്രം. ഒരേ അളവിലുള്ള 18 പടികൾക്ക് മുകളിലായിരിക്കണം ക്ഷേത്ര ശ്രീകോവിൽ നിർമ്മിക്കേണ്ടത്. ഭൃഗുരാമ, ക്ഷേത്ര നിർമ്മാണത്തിന് ആവശ്യമായ രേഖാചിത്രം നാം നേരത്തെ തയ്യാറാക്കി കഴിഞ്ഞു. കാന്തമലയിലെ ജ്യോതിസ്വരൂപത്തിൽ നിന്നും നേർരേഖയിലായിരിക്കും 18 പടികളും. 18 പടികൾ കോട്ടകൊത്തളങ്ങൾ പോലെ സംരക്ഷണ വലയം തീർത്ത് ഈ പ്രദേശത്തിന് കാവൽ നിൽക്കുന്ന 18 ഗിരിശൃംഗങ്ങളുടെ പ്രതീകങ്ങളായിരിക്കും. ഒപ്പം 18 പുരാണങ്ങളെയും പ്രതിനിധാനം ചെയ്യും. ശില്പി ശ്രേഷ്ഠ, ഏകാഗ്രത കൈവിടാതെ തുടർന്നുകൊള്ളൂ. എല്ലാം ആചാര്യന്മാരുടെ അഭിമതം പോലെ. എന്തോ എന്തോ ആപത് സൂചനയുടെ അടയാള ധ്വനികളായി ചുറ്റിലും കേൾക്കുന്നുണ്ട്. ഭയപ്പെടേണ്ട, അത് വനവാസികളുടെ ശബ്ദമാണ്. അവരുടെ ആവാസ വ്യവസ്ഥയിലേക്ക് കടന്നു കയറിയതിന്റെ പ്രതിഷേധമാണ്. രാമ, അവർ സംഘം ചേർന്ന് ആക്രമിക്കാൻ മുതിരുന്നതിന് മുൻപ് നമ്മുടെ ആഗമനോദ്ദേശം അവരെ അറിയിച്ചുകൊള്ളൂ. ആജ്ഞ പോലെ ഗുരുനാഥ. ഓ, അരുത്, അവിവേകം കാട്ടരുത്. കാര്യം ഗ്രഹിക്കുവാനുള്ള സാവകാശം കാണിക്കുക. വേണ്ട, ഒന്നും മുണ്ടണ്ട. നിന്റെ തുമ്പില് വിഷം പുരണ്ടിട്ടുണ്ട്. തൊട്ടാ മതി, ചത്തു മലക്കുങ്ങള്. ഞങ്ങൾ നിങ്ങളുടെ ശത്രുക്കളല്ല, മിത്രങ്ങളാണ്. കളവ് പറഞ്ഞ ഞങ്ങളെ പറ്റിക്കാൻ നോക്കണ്ട. നിങ്ങളുടെ കാട് മുടിക്കാൻ എത്തിയ കള്ളക്കൂട്ട ഞങ്ങള്. കാട് ഞങ്ങളുടെ അമ്മയാ, മുത്തിയ, അതില്ലാണ്ടാക്കാൻ ആരേലും വന്നാ അവരെ ഞങ്ങൾ കൊല്ലും. കാട് പിടിക്കാൻ വന്നവരല്ല ഞങ്ങൾ. ഇത് ഭൃഗുരാമൻ,
സാഗരത്തിൽ നിന്നും വീണ്ടെടുത്ത ഭൂമിയാകെ ദേവി നൈമാവതിയുടെ ആജ്ഞാനുസരണം ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നത് ഇദ്ദേഹമാണ്. ഇത് തെക്കിന്റെ അധിപനായ അഗസ്ത്യമുനി, മലനാട്ടിലെ അടവികളുടെയും അജലങ്ങളുടെയും അധിപനാണ് ഇദ്ദേഹം. ഞാൻ വിശ്വകർമാവ്, ദേവശില്പി. ശാസ്താവിന്റെ ആ ആജ്ഞാനുസരണം അദ്ദേഹത്തിന് ഉചിതമായ ഒരു ക്ഷേത്രം നിർമ്മിക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. പൊറുക്കണം. അറിയാതെ പറഞ്ഞുപോയ അപരാധങ്ങൾക്കെല്ലാം മാപ്പ് നൽകണം. ഞങ്ങളുടെ കാട് മുടിക്കാൻ എത്തിയവരാണ് എന്ന് കരുതി തെറ്റിദ്ധരിച്ചുപോയി. ശാസ്താവിന് ക്ഷേത്രം പണിയാൻ ഞങ്ങളും ഒപ്പം കൂടാ. സന്തോഷം. നിങ്ങളുടെ നല്ല മനസ്സിന് നന്ദി. ഈ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാകുമ്പോൾ അത് നിങ്ങൾക്കും കൂടി സ്വന്തമാകും. ക്ഷേത്ര നിർമ്മാണ സഹായത്തിന് ആവത് പോലെ സഹകരിക്കുക. ഇവിടെ നിർമ്മിക്കപ്പെടാൻ പോകുന്ന ഓരോ പടവകളും ശാന്തി, വിശുദ്ധി, ആത്മസാക്ഷാത്കാരം ഇവ തേടുന്ന ഭക്തന്റെ യാത്രയിൽ പിന്നിടുന്ന ഓരോ ഘട്ടങ്ങളാണ്. 18 പടവുകളും താണ്ടി എത്തുന്ന ഭക്തൻ സ്ഥൂല സൂക്ഷ്മങ്ങളായ ശരീരങ്ങൾ തിരിച്ച് ബ്രഹ്മമാണ് പരമമായ യാഥാർത്ഥ്യം എന്ന് തിരിച്ചറിയും. ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല അമ്പ്ര. ലോകമാകുന്ന മായയിൽ നിന്നും മോക്ഷമാകുന്ന പരബ്രഹ്മം തേടിയെത്തുന്ന ഭക്തൻ അഹിംസ, സത്യം, ആശ്രയം, അപര്യാഗ്രഹം, ബ്രഹ്മചര്യം എന്നീ 5 യമനിയമങ്ങൾ പാലിക്കണം. വാക്കിലും നോക്കിലും വിചാരത്തിലും അഹിംസ പാലിക്കണം. കർമ്മത്തിലും ചിന്തയിലും ആചാരത്തിലും സത്യസന്ധത പുലർത്തണം. ഗുരു, അടിയനൊരു സംശയം. ചോദിച്ചോളൂ. കിഴക്കാം തൂക്കായ ഈ ഒറ്റശിലയിൽ നിർമ്മിക്കുന്ന 18 പടവുകൾ 18 ഗിരിശൃംഗങ്ങളുടെയും 18 പുരാണങ്ങളുടെയും പ്രതീകമെന്നാണല്ലോ അങ്ങ് പറഞ്ഞത്. ഇതല്ലാതെ മറ്റെന്തെങ്കിലും തത്വമുണ്ടോ? തീർച്ചയായും ഉണ്ട്. ആദ്യത്തെ 5 പടികൾ പഞ്ചഭൂതങ്ങളായ ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം എന്നിവയും 6 മുതൽ 13 വരെയുള്ള പടികൾ അഷ്ടരാഗങ്ങളായ കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മാത്സര്യം, ഡംബ്, അസൂയ എന്നിവയും 14, 15, 16 എന്നീ പടികൾ ത്രിഗുണങ്ങളായ സത്വം, രജസ്, തമസ് എന്നിവയും 17 അജ്ഞാനത്തെയും 18 ജ്ഞാനത്തെയും പ്രതിനിധാനം ചെയ്യും. സാത്വിക, രാജസ, തമോ ഗുണങ്ങളാണ് ഈ വിശ്വാസത്തിന് ആധാരം. കണ്ണിൽ കാണുന്നതിനെല്ലാം ഈ ത്രിഗുണങ്ങളുണ്ട്. അവയെല്ലാം നശ്വരമാണ്. അനശ്വരമായ ഒന്നേയുള്ളൂ, അതാണ് ഈശ്വരൻ. നേത്രങ്ങൾ കൊണ്ടൊരിക്കലും ഈശ്വരനെ കാണാൻ സാധിക്കില്ല, ജ്ഞാനം കൊണ്ട് കാണാം. 1-ാം പടവ് പൂർണ്ണമായി. ഏഴേകാൽ അങ്കുലവും 1 യമവും അളവ് കിറുകൃത്യം. പഞ്ചഭൂത നിർമ്മിതമാണ് ഈ പ്രപഞ്ചം. ആദ്യം നിർമ്മിക്കുന്ന 5 പടികൾ പഞ്ചേന്ദ്രിയ അനുഭവങ്ങളുടെ ഗുണരൂപമുള്ള പഞ്ചഭൂത സാന്നിധ്യം കുടിയിരുത്തണം. 1-ാം പടിയിൽ ഭൂമിദേവിയുടെ സാന്നിധ്യം. നശ്വരങ്ങൾ തുടങ്ങുന്നതും ഒടുങ്ങുന്നതും ഭൂമിദേവി എന്ന എന്നിൽ തന്നെയാണ്. ഇവിടെ വരുന്ന ഓരോ ഭക്തനും 1-ാം പടിയിൽ സ്പർശിക്കുമ്പോൾ തന്നെ മോക്ഷത്തിന്റെ ആദ്യപടി കഴിഞ്ഞിരിക്കും. അല്ലയോ ഭൂമിദേവി, അവിടുത്തെ ചൈതന്യം ശാസ്താദർശനത്തിന് എത്തുന്ന ഏതൊരു ഭക്തനും എന്നും അനുഗ്രഹം തന്നെയായിരിക്കും. ഇനി 17 പടികൾ നശ്വര ജീവിതത്തിൽ നിന്നും ബ്രഹ്മത്തെ തേടിയെത്തുന്ന ഓരോ മാനവനും ആത്മാർപ്പണം ചെയ്യേണ്ട 17 ഇടങ്ങൾ. തുടങ്ങിക്കോളൂ. എങ്ങനെ ഉണ്ടായിരുന്നു ചെയ്തിട്ട്? നല്ലതായിരുന്നു. ഹാപ്പിയാണ്. അതെ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, എനിക്കും ഇഷ്ടപ്പെട്ടു. ഇനി നമ്മുടെ ആചാര്യസഭയ്ക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തതെന്ന് ചോദിക്കാം. റെഡി? സ്വാമിജി. ചിന്മയ വിദ്യാലയം ചെങ്ങന്നൂര് അവർ ഈ ഒരു സങ്കല്പങ്ങൾ ഒരു സ്കിറ്റായിട്ട് അവതരിപ്പിക്കണമെങ്കിൽ
അത്ര എളുപ്പമൊന്നുമല്ല. ഒരുപാട് ഐതിഹ്യങ്ങൾ, കുറച്ച് ചരിത്രങ്ങൾ എല്ലാം കൂടെ കൂടിക്കലർന്ന് കിടക്കുന്ന ഒരു സങ്കല്പമാണ്. ഇതിന് കൃത്യമായ ഒരു ചരിത്രങ്ങൾ എവിടെയും നമുക്ക് കാണാൻ സാധിക്കില്ല. പിന്നീടുണ്ടായ ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടെങ്കിലും അയ്യപ്പൻ പാട്ടുകളുണ്ട്, ശ്രീഭൂതനാഥോപാഖ്യാനമുണ്ട്, അങ്ങനെ പല പല ഏടുകൾ നമുക്ക് കാണാൻ സാധിക്കുമെങ്കിലും കൃത്യമായ ഒരു ചരിത്രം ഇതിൻ്റെ പിന്നിൽ ഇല്ല എന്നുള്ളതൊരു സത്യമാണ്. പക്ഷേ ചരിത്രം ഇല്ല എന്ന് വിചാരിച്ച് ചരിത്രം അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നേരത്തെ നിങ്ങൾ അവിടെ സൂചിപ്പിച്ച പോലെ, സ്കിറ്റിൽ സൂചിപ്പിച്ച പോലെ 18 മലദൈവങ്ങളാണ്. ഭാരതത്തെ സംബന്ധിച്ച് നോക്കിയാൽ ഇവിടെ ഈ പ്രകൃതി മുഴുവൻ ഈശ്വരാംശം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈശാവാസ്യം ഇതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത്ത് എന്ന ഈശാവാസ്യ ഉപനിഷത്തിൽ പറയുന്ന പോലെ ഈശ്വരനാൽ നിറയ്ക്കപ്പെട്ടിരിക്കുകയാണ് ഈ ജഗത്ത് മുഴുവൻ. അപ്പോൾ ഇവിടെ ഒന്നും അന്യമല്ല, ഈശ്വരനിൽ നിന്ന് അന്യമല്ല. ഒരു താമരപ്പൂ വിടർന്നു നിൽക്കുന്ന ഒരു സങ്കല്പത്തിലാണ് ശബരിമല ക്ഷേത്രം വരുന്നത്. അപ്പോൾ അവിടെ ഈ 18 പടികൾ നിങ്ങൾ തത്വം പറഞ്ഞു. അവിടെ അപ്പോൾ ശബ്ദസ്പർശ രൂപ രസ ഗന്ധം, ഇങ്ങനെ പഞ്ചതന്മാത്രകൾ. ആ പഞ്ചതന്മാത്രകളെ ഒരു മനുഷ്യൻ എങ്ങനെ അതിജീവിച്ച് കടന്നു ചെന്നാൽ നമുക്ക് തത്വത്തിൽ എത്തിച്ചേരാം എന്ന് പഠിപ്പിക്കുന്ന ഒരു വലിയ ശാസ്ത്രം അതിൻ്റെ പിന്നിൽ ഈ 18 പടികളിലുണ്ട്. അപ്പോൾ ഇതിനെയെല്ലാം ഒരു മനുഷ്യൻ അതിജീവിച്ചാലാണ് മനുഷ്യന് സ്വന്തം സ്വത്വത്തെ തിരിച്ചറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ശബരിമല ക്ഷേത്രത്തിൽ അവിടെ തത്വമസി എന്ന ഒരു ബോർഡ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് നീ തന്നെയാണ് എന്നുള്ളതാണ്. തത്ത് ത്വം അസി. തത്ത് വെച്ചാൽ അതെന്നാണ്. അവിടെ ഈശ്വരനെ നമ്മൾ കുറിക്കുന്നത് പുരുഷനായിട്ടോ സ്ത്രീയായിട്ടോ ഒന്നുമല്ല, ഒരു തത്വമാണ്. ആ തത്വത്തെയാണ് നീ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഉള്ളിലിരിക്കുന്ന തത്വത്തെയാണത് പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പോൾ ഒരു മനുഷ്യന് ആ പരമതലത്തിലെത്തിച്ചേരാൻ ഉള്ള ഉപാധിയായിട്ടാണ് ആ ക്ഷേത്ര സംവിധാനങ്ങളും അതിലെ ചിട്ടകളും ആചാരങ്ങളും ഒക്കെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഈ ആചാരങ്ങളെല്ലാം മനുഷ്യൻ്റെ നന്മയ്ക്കുണ്ടായതാണ്. ഏതായാലും മക്കൾ അത് നന്നായിട്ട് അവതരിപ്പിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല അഭിനന്ദനങ്ങൾ. നമസ്കാരം. നന്ദി സ്വാമിജി. ചേച്ചി നന്നായിരുന്നു. ഇറ്റ് വാസ് ഗുഡ്. ഒരു എന്താ പറയുക, ഈ സബ്ജക്റ്റ് സ്വാമിജി പറഞ്ഞതുപോലെ ഒന്ന് ഇങ്ങനെ ഒരു രൂപത്തിലേക്ക് ആക്കി ഡ്രാമയായിട്ടോ ഒരു സിനിമയൊക്കെ ആക്കി മാറ്റുക. സിനിമ പിന്നെ എളുപ്പമാണ്, ഡ്രാമയാക്കി മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ നിങ്ങൾ അതിലത്തെ തത്വത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഒരേ ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ, ഒരു ചെറിയ സജഷൻ. എല്ലാവരും സ്റ്റാറ്റിക് ആയിരുന്നു. അതായത് ഡ്രാമ എന്ന് പറയുമ്പോൾ ഒരു മൂവ്മെൻ്റ് ഉണ്ടല്ലോ, സ്റ്റേജ് ഉപയോഗിക്കപ്പെടുന്ന ഒരു മൂവ്മെൻറ്റ്സ്, അത് ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ രഘുരാമൻ ഇവിടുന്ന് തന്നെയായിരുന്നു, അഗസ്ത്യൻ അവിടെ തന്നെയായിരുന്നു. ഇദ്ദേഹം മാത്രം, ഈ കാട്ടാളൻ്റെ അവർ മാത്രമേ ഒന്ന് ഓടി വന്നുള്ളൂ. ബാക്കി എല്ലാവരും അവിടെ തന്നെ നിൽക്കുന്നതുകൊണ്ടാണ് എല്ലാ പരിപാടികളും ചെയ്തത്. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു. അഭിനയത്തിന് ഒരു ഇതും പറയാൻ പറ്റില്ല. അത്രയും നല്ല അഭിനേതാക്കളായിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ആ സ്ക്രിപ്റ്റിലും ആ മൂവ്മെൻറ്റ്സിലും ഡയറക്ഷനിലും ഒക്കെ ഒരു കുറച്ചും കൂടി നിങ്ങൾക്കൊരു ആഡ് ഓൺ കിട്ടിയിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ വണ്ടർഫുൾ. നന്നായിരുന്നു. വെരി ഗുഡ്. താങ്ക് യു ചേച്ചി. ഹെബ്ബാർജി, ഏതായാലും ഈ ഒരു സബ്ജക്റ്റ് മാറ്ററെ കുറിച്ചും അതിൻ്റെ തത്വങ്ങളെക്കുറിച്ചും അതിൻ്റെ പിന്നിലുള്ള ഫിലോസഫിയെക്കുറിച്ചും അതിൻ്റെ പിന്നിലുള്ള ഹിസ്റ്ററിയെക്കുറിച്ചും ഇവിടെ സംസാരിക്കാൻ കൃത്യമായിട്ടുള്ള ആചാര്യന്മാരുണ്ട്. ഐ വിൽ സ്റ്റിക്ക് ടു ദ ഡ്രാമ. ഇതിൽ ഏറ്റവും നല്ല 2 കാര്യങ്ങൾ ആദ്യം പറയാം. ഒന്ന്, ഇങ്ങനത്തെ ഡയലോഗ്സ് ഒരു സ്ഥലത്ത് പോലും പതറാതെ ഇത്രയും നേരം പറയാമെന്ന് പറയുന്നത് വലിയ കാര്യമാണ് കേട്ടോ. സ്പെഷ്യൽ കൺഗ്രാറ്റ്സ്. ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബിക്കോസ് നോർമലായിട്ടുള്ള ഡയലോഗ്സ് അല്ല, നമ്മൾ ദിവസം ഒരു സാധാരണ ലൈഫിൽ സംസാരിക്കുന്ന നോർമലായിട്ടുള്ള ഡയലോഗ്സ് അല്ല. വളരെ ഫിലോസഫിക്കലായിട്ടും ഓരോ പടിക്ക് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യവും അതിൻ്റെ പിന്നിലുള്ള ഫിലോസഫിയും അതിൻ്റെ പിന്നിലുള്ള ചിന്തയും എല്ലാം പറയുമ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ മൊത്തം വളരെയധികം ഉണ്ടെങ്കിലേ ആ ഡയലോഗ്സ് അങ്ങനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഒരു ഒഴുക്കിൽ. രണ്ടാമത്തത്, ഒരു എൻവയറൺമെൻറ്റൽ മെസ്സേജ് ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. എന്താ പറയുക, കാട്ടിൽ വസിക്കുന്ന ആൾ വന്ന് പറയുന്നത് കാട്ടിൻ്റെ മറ്റേ എന്താ പറയുക, നേച്ചറിൻ്റെ മദർ നേച്ചർ നമ്മളെല്ലാവരും പറയുന്ന പോലെ അമ്മയാണ്, നശിപ്പിക്കുകയാണോ, ഞങ്ങൾക്ക് അത് അമ്മയാണ് എന്ന് പറയുന്നത് ഇന്നും നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു എൻവയറൺമെൻറ്റൽ പ്രോബ്ലമിനെ കുറിച്ച് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ഏറ്റവും ഡ്രാമ എന്ന കാര്യത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഡയലോഗ് പ്രസൻറ്റേഷൻ, ആക്ടിങ് എല്ലാം ഫൈൻ ആൻഡ് യുവർ എൻവയറൺമെൻറ്റൽ മെസ്സേജ് വാസ് ഗുഡ്. ചേച്ചി പറഞ്ഞ കാര്യം വളരെ 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 പ്രസക്തിയുള്ള കാര്യമാണ്. ഒരു സ്റ്റേജും ഒരു സ്പേസും നമുക്ക് കിട്ടുമ്പോൾ എന്ത് സബ്ജക്റ്റ് മാറ്റർ ആണെങ്കിലും നമ്മൾ മൂവ്മെൻറ്റ്സും കാര്യങ്ങളും വെച്ച് ഇതിനെ എങ്ങനെ എക്സൈറ്റിംഗ് ആക്കും എന്നുള്ളതാണ് ഒരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ്റെ സൈഡിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഇത് വളരെ ഡയലോഗ് ഹെവി ആയിട്ടുള്ള ഒരു ഡ്രാമയാണ്, ഒരു പ്ലേ ആണ്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് ലൈവ് ആക്കാൻ വേണ്ടിയിട്ട്
ചിലപ്പോൾ എല്ലാവർക്കും ഒരു മൂവ്മെൻറ്റ്സ് കൊടുക്കുക, അല്ലെങ്കിൽ ആ സ്റ്റെപ്പിനെ പറ്റി പറയുമ്പോൾ ഓരോ സ്റ്റെപ്പിനെ പറ്റി പറയുമ്പോൾ ഓരോരുത്തരുടെ റിയാക്ഷൻസും മൂവ്മെൻറ്റ്സും ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേയും കൂടി എക്സൈറ്റിംഗ് ആയിരുന്നു. ഇതൊരു വിഷ്വൽ നമ്മൾ കാണുന്നതാണല്ലോ, കേൾവി മാത്രമല്ലല്ലോ. കാട്ടാളൻ വരുമ്പോൾ ഒരൊറ്റ വരവേ ഉണ്ടായിരുന്നുള്ളൂ. കാട്ടാളനെ കുറിച്ച് ആക്റ്റീവായിട്ട് വന്നിട്ട് എല്ലാവരും ത്രട്ടൻ ചെയ്യുന്ന പോലെ ഒരു മ്യൂസിക് വെച്ച് 2 റൗണ്ട് അടിച്ചാൽ ഇവർ നിങ്ങൾ പതറാതെ നോക്കുന്നു. പക്ഷേ ഇവരുടെ ഒരു അഗ്രസീവായിട്ടുള്ള നേച്ചർ, ആ അഗ്രസീവായിട്ടുള്ള നേച്ചർ ഇവരുടെ വാക്കുകൾ കേട്ട് മാറുന്നത്, ആ ഒരു എമോഷണൽ കാര്യം, അതിനൊക്കെ ഒരു ടൈം എടുത്തിട്ടുണ്ടെങ്കിൽ കാണുന്നവർക്കും ഇത് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണല്ലോ, അപ്പോൾ ഒരു ഇൻപം ഉണ്ടായിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഓരോ പടികളെ പറ്റി പറയുമ്പോൾ നമ്മൾ ഡയലോഗ് മാത്രമായിട്ട് ഡ്രൈ ആയിട്ട് പറയാതെ അതിനെന്തെങ്കിലും ഒരു എക്സാമ്പിൾ, അല്ലെങ്കിൽ ഓരോ പടി വെക്കുന്ന പോലെ ഒരു ആക്ഷൻ എങ്കിലും കാണിച്ച് അടുത്ത പടി കയറുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് ബോഡിയൊക്കെ ഒന്ന് ഉപയോഗിച്ച് കാലും മെയ് വഴക്കവും എല്ലാം ഉപയോഗിക്കണ്ടേ നമ്മുടെ സ്റ്റേജല്ലേ. നിങ്ങളൊക്കെ നല്ല ഡാൻസേഴ്സും ആർട്ടിസ്റ്റും നന്നായിട്ട് അറിയുന്ന ആൾക്കാരാണെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങളുടെ സൈഡ് നിങ്ങൾ കൃത്യമായിട്ടും ചെയ്തു. പക്ഷേ ഈ ഒരു ചേച്ചി പറഞ്ഞതുപോലെ കുറേ മൂവ്മെൻറ്റ്സും കുറച്ച് ഡ്രമാറ്റിക് മൂവ്മെൻറ്റ്സും കുറച്ച് ഡ്രാമയാണല്ലോ, അപ്പോൾ കുറച്ച് ഡ്രാമയും എക്സൈറ്റ്മെൻറ്റും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡ്രൈ ആയിട്ടുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ടോപ്പിക്കിൽ എങ്ങനെ എക്സൈറ്റ്മെൻറ്റ് കൊണ്ടുവരാം എന്ന് പറയുമ്പോൾ പറ്റും. അതിലാണ് സ്ക്രിപ്റ്റും ഡയറക്ഷനും. സോ യു ഹാവ് ഡൺ യുവർ ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഹെബ്ബാർജി. വിശ്വനാഥൻ സർ, 18-ാം പടിയുടെ മഹാത്മ്യത്തെക്കുറിച്ച് തന്നെ നിങ്ങൾ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. കാരണം ജീവിതത്തിൻ്റെ ഒരു മാർഗം ഈ ഒരു വഴിയിൽ കൂടി ലക്ഷ്യത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ അതിൽ കടന്നു കയറേണ്ട പടവുകൾ അനവധിയുണ്ട്. അതിൽ 18 പടി എന്ന് പറയുന്ന ഒത്തിരി സിമ്പലുകളാണ്. എന്തിൻ്റെയും കടവയാതി വെച്ചാൽ അത് ജയം എന്നുള്ളതിൻ്റെ ഒരു ഭംഗിയാണ്. നമുക്ക് ജയത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു നല്ല വഴിയാണ് കാണിച്ചു തന്നത്. നമ്മുടെ മനസ്സിലും ഈ ഉള്ള 18 പടികളിൽ കൂടി കടന്ന് നമ്മുടെ ആത്മസ്വരൂപത്തെ ശരിയായ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയണം എന്നുള്ള ഒരു സന്ദേശം ഈ നാട്യഭരണിയിൽ കൂടി നിങ്ങൾ ആവിഷ്കരിച്ചു. അത് ലോകമെമ്പാടും പ്രചരിപ്പിക്കാൻ കഴിഞ്ഞു. ആ ഒരു സുഹൃതത്തിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഇത് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അലക്സാണ്ടർ സർ, 7 മിനിറ്റ് കൊണ്ട് ഇത്രയും ഗംഭീരമായ ആശയം അവർ പ്രകടിപ്പിച്ചു. അത് വളരെ അഭിനന്ദനാർഹമാണ്. ശബരിമല തീർത്ഥാടകർ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അവർ ഉൾപ്പെടുത്തി. എനിക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് മാത്രം പറയാനുണ്ട്. ശബരിമല ക്ഷേത്രം പണിയാൻ വന്നപ്പോൾ ആദിവാസികൾ എതിർത്തു എന്ന് നിങ്ങളുടെ ഈ സ്കിറ്റിൻ്റെ ലാസ്റ്റിൽ പറയുന്ന ഭാഗം ചരിത്രപരമായി ശരിയല്ല. അതായത് ആ ശബരിമല ക്ഷേത്രം പണിയാൻ വേണ്ടി വന്ന ആദ്യത്തെ 3 ശ്രമങ്ങളിലും ആദിവാസികളാണ് ആ പണി മുഴുവൻ ചെയ്തത്. അല്ലാതെ പുറത്തുനിന്ന് കോൺട്രാക്ടറോ പുറത്തുനിന്ന് ആരും ഇവിടെ പണിയാൻ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ആദിവാസികളുടെ സഹകരണത്തോടുകൂടിയാണ് അവിടുത്തെ ഞാനീ പറഞ്ഞ 3-4-7 ശബരിമല ക്ഷേത്രം 7 തവണയാണ് പുതുക്കി പണിയുന്നത്. അതിൽ ഓരോ ആദ്യത്തെ തവണകളെല്ലാം ആദിവാസികളുടെ സഹകരണത്തോടുകൂടിയാണ് അവിടെ പണിഞ്ഞത്. കളപ്പുറ രാജാക്കന്മാരും ആദിവാസികൾ ക്ഷേത്രം വെച്ചപ്പോഴും 12 രാജാവുടെ ക്ഷേത്രം പണിഞ്ഞപ്പോഴും ആദിവാസികൾ സഹകരിച്ചിരുന്നു. അപ്പോൾ അടുത്ത കാലത്ത് ഈ വനം കയ്യേറുന്നവർക്കെതിരെ വനവാസികൾ എതിർക്കുന്നതൊക്കെ കഴിഞ്ഞ 50 കൊല്ലത്തിന് പത്രത്തിലും ടെലിവിഷനും കാണുന്ന കഥ ഈ ശബരിമല കഥയെ കൊണ്ട് കയറ്റിക്കളയരുത്. ഇത് കണ്ടാൽ വിചാരിക്കും ആദിവാസികൾ ഈ ശബരിമല ക്ഷേത്രം പണിയതിനെ എതിർത്തു വന്നു. അത് ചരിത്രപരമായി ശരിയല്ല. ആദിവാസികൾ ശബരിമല ക്ഷേത്രം പണിയാൻ സഹകരിക്കുകയും ആദ്യകാലത്ത് അത് പണിഞ്ഞത് മുഴുവൻ അവരാണ് എന്നുള്ള അവർക്കുള്ള കോൺട്രിബ്യൂഷൻ നമ്മൾ അംഗീകരിക്കാൻ വേണം. അതുമാത്രം ഒരു ചെറിയ കറക്ഷനാണ്. നിങ്ങളുടെ ആകമാന സ്കിറ്റിനെ അത് ബാധിക്കുന്നില്ല. അത് സുന്ദരമായിട്ട് അടുത്ത തവണയെങ്കിലും പ്രസൻറ്റ് ചെയ്യും. അങ്ങനൊരു ഒരു ദ്വന്ദ്ഭാവം അതിനകത്ത് കയറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ പെർഫോമൻസ് എക്സംപ്ലറി ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. താങ്ക് യു സർ. അപ്പോൾ നല്ല അഭിപ്രായങ്ങളാണ് കേട്ടത്. ഇനി മാർക്ക് ചോദിച്ചാലോ? സ്വാമിജി, ഔട്ട് ഓഫ് 10? 7 out of 7. 7 out of 10. വിശ്വനാഥൻ സർ, ഔട്ട് ഓഫ് 10? 8. 8 out of 10. അലക്സാണ്ടർ സർ, 9 out of 10. 9 out of 10. ഹെബ്ബാർജി, ഔട്ട് ഓഫ് 20? ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെ ഡയലോഗ് നമ്മുടെ രണ്ടുപേരാണെങ്കിൽ വെള്ളം കുടിച്ചിട്ടുണ്ടാവില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് 15. 15 out of 20. ചേച്ചി, ഔട്ട് ഓഫ് 20? 16. 16 out of 20. ഇപ്രാവശ്യം ലേശം പിശുക്ക് കാണിച്ച ഹെബ്ബാർജിയാണ്. പോട്ടെ, സാരമില്ല. പിന്നെ ടോട്ടൽ എത്രയാണെന്ന് അറിയണ്ടേ? 55 out of 70 ആണ് ടോട്ടലായിട്ട് കിട്ടിയിരിക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കഥകൾ കൈമാറുന്നുണ്ട്. ഇങ്ങനെ കിട്ടിയ വഴിക്ക് ഇങ്ങനെയൊക്കെ നോക്കുന്നു, ഇങ്ങനെ നോക്കുന്നു. എന്താണ്, എത്രയാണ് എക്സ്പെക്ട് ചെയ്തത്? 60 above എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പം അതിലുള്ള ചെറിയ ചെറിയ പോരായ്മകൾ നമ്മുടെ ആചാര്യസഭയിലുള്ളവർ പറഞ്ഞു തന്നല്ലോ. സാരമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം ആകുമ്പം ഈ കാര്യങ്ങളും കൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് കുറച്ചും കൂടെ ബെറ്ററാക്കി 65, 69, 70 വരെയൊക്കെ എത്തിക്കാൻ നോക്കാം. ഫുൾ മാർക്ക് കിട്ടിയ അത്രയും സന്തോഷമല്ലേ? എന്തായാലും തൽക്കാലം നമുക്ക് 55 കൊണ്ട് ഒതുങ്ങേണ്ടി വന്നു അല്ലേ? സാരമില്ല. എന്തായാലും അടുത്ത വേദിയിൽ അടുത്ത റൗണ്ടുകൾ വരുമ്പം നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.
ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ആചാര്യസഭയ്ക്ക് നന്ദി, പ്രേക്ഷകർക്ക് നന്ദി, ശുഭദിനം.